ആകെ ഒരു പഴകിയ മാരുണ്ടല്ലേ മസീറെ? പണ്ടല്ലേ ഈ ഒരു തോന്നലുണ്ടാക്കാനാ ഇവിടെ കണ്ണാടി വെച്ചത് അല്ലേ? ഈ എന്തിനാ എപ്പോഴും ഇങ്ങനെ പഴഞ്ചനാടി ജീവിക്കുന്നത്? ഇല്ലാഞ്ഞോട്ടൊന്നും അല്ലല്ലോ. എൻ്റെ ഒരു ദിവസത്തെ ലാഭത്തിന്റെ പകുതി മതി നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചിടാൻ. നല്ല ഡ്രസ്സ് വിട്ട് മൊഞ്ചനായി ഈ വെക്കുന്ന മീൻ പോലെ ഫ്രഷ് ആയിട്ട് കച്ചവടത്തിന് ഇറങ്ങി നോക്ക്. രണ്ട് വീട്ടുകാരെങ്കിലും കൂടുതലും മീൻ വാങ്ങിക്കും, ഉറപ്പ്. മാത്രമല്ല എൻ്റെ പേരക്കുട്ടികളെ അവരുടെ ചങ്ങായിമാരെ വഴി വെച്ച് കണ്ട പരങ്ങി നിൽക്കാതെ ധൈര്യമായിട്ട് ചെന്ന് അവരെ ഒന്ന് കൊഞ്ചിക്കുകയും ചെയ്യാം. മസീറെ ഞാൻ ടേപ്പിനെടുത്താ, എന്നിട്ട് ഇന്നൊരളവ് എടുക്ക്. എന്നിട്ട് എനിക്ക് പറ്റിയൊരു തുണി എടുത്തിട്ട് ഇജന്നെ ഒരു കുപ്പായം അടിച്ചെന്നാ അല്ല പിന്നെ. അതാണ് ചിക്കൻ ഫ്രൈ. നല്ല വിശപ്പ്. വെച്ചോണ്ടിരിക്കാതെ വേഗം കഴിക്കും മോനെ. എൻ്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയി. ഉമ്മ എനിക്ക് ലെഗ് പീസ് ഇല്ലേ? അയ്യോ എൻ്റെ മോനെ, അതിൻ്റെ കുഞ്ഞിന് കൊടുത്തടാ. കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് എനിക്ക്. പാപ്പ കുടുംബത്തിൽ നിന്ന് വേണ്ട, നമുക്ക് പുതിയൊരു ബന്ധമല്ലേ വേണ്ടത്. ഞാൻ സെറ്റാക്കും പാപ്പ. 4 മാസം കൂടെ ഉണ്ടല്ലോ ഇവിടെ. ഇക്ക നിങ്ങൾ നോക്കി. കറക്റ്റല്ലേ? എന്നാ പോകട്ടെ. അല്ല മസീറെ, മോന്ത കാണാൻ എത്രയും വലിയ കണ്ണാടിയാ. മുഖം മാത്രമല്ലടോ, ഇടക്ക് മുഴുവനോടെ ഒന്ന് കാണുന്നതല്ല. ഈ ഒന്ന് വന്ന് നോക്കിയേ. ഇപ്പോളാ എപ്പോഴാണെങ്കിലും ഈ ഇങ്ങനെ തന്നെയല്ലേ? വാ എന്നാ പിന്നെ അതൊന്നും കാണുക. വാ നോക്ക്. എങ്ങനെയുണ്ട്? ആകെ ഒരു പഴകിയ മാരുണ്ടല്ലേ മസീറെ? പണ്ടല്ലേ ഈ ഒരു തോന്നലുണ്ടാക്കാനാ ഇവിടെ കണ്ണാടി വെച്ചത് അല്ലേ? ഈ എന്തിനാ എപ്പോഴും ഇങ്ങനെ പഴഞ്ചനാടി ജീവിക്കുന്നത്? ഇല്ലാഞ്ഞോട്ടൊന്നും അല്ലല്ലോ. എൻ്റെ ഒരു ദിവസത്തെ ലാഭത്തിന്റെ പകുതി മതി നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചിടാൻ. നല്ല ഡ്രസ്സ് വിട്ട് മൊഞ്ചനായി ഈ വെക്കുന്ന മീൻ പോലെ ഫ്രഷ് ആയിട്ട് കച്ചവടത്തിന് ഇറങ്ങി നോക്ക്. രണ്ട് വീട്ടുകാരെങ്കിലും കൂടുതലും മീൻ വാങ്ങിക്കും, ഉറപ്പ്. മാത്രമല്ല എൻ്റെ പേരക്കുട്ടികളെ അവരുടെ ചങ്ങായിമാരെ വഴി വെച്ച് കണ്ട പരങ്ങി നിൽക്കാതെ ധൈര്യമായിട്ട് ചെന്ന് അവരെ ഒന്ന് കൊഞ്ചിക്കുകയും ചെയ്യാം. മസീറെ ഞാൻ ടേപ്പിനെടുത്താ, എന്നിട്ട് ഇന്നൊരളവ് എടുക്ക്. എന്നിട്ട് എനിക്ക് പറ്റിയൊരു തുണി എടുത്തിട്ട് ഇജന്നെ ഒരു കുപ്പായം അടിച്ചെന്നാ അല്ല പിന്നെ. അതാണ് ഇതെന്താ വാപ്പി കണ്ണാടിയൊക്കെ? ഞാൻ പൊന്നു മോളെ, ഞാനതൊന്ന് ചോദിച്ചാനാ ഈ അളവെടുപ്പ് ഇവിടെ നടക്കണേ. ഇവനെ വണ്ടി നിർത്ത് നിർത്ത് നിർത്ത്. അമ്മേ ഞാൻ ഇപ്പൊ വരാ. എന്നാ ബസീറേ ഞാനൊരു ചാടിച്ചിട്ട് ഇപ്പൊ വരാം. ആയിക്കോട്ടെ. ബഷീർക്കാ, ഇപ്രാവശ്യത്തെ പെണ്ണാണല്ലോ ശരിയായി കേട്ടാ. നിങ്ങൾ എന്ത് മാന്ത്രികാണ് ഈ ഷർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ പെണ്ണിനും വീട്ടുകാർക്കും എന്നെ ഇഷ്ടായിന്ന്. എന്റെ കുറവുകളൊന്നും ചൂന്ന് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അയ്യോ പെട്ടെന്ന് വേണോ? എല്ലാം ശരിയാവില്ല. എല്ലാം പറഞ്ഞിട്ടോളം മനസ്സാരെങ്കിലും മാറ്റിയാലോ? 21ാമത്തെ പെണ്ണ് കാണല ഇത്. ഇനി കഴിയൂല. എന്നാ പോട്ടേക്കാ. ഇതുപോലത്തെ കുറച്ച് ഷർട്ട് വേണ്ടി വരും കേട്ടാ.